പുതിയൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്യാറ്റൂർ കുരിശുമല കയറ്റ കാലമാണ്. ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ അടിവാര കാഴ്ചകളിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുരിശുമുടി എന്ന മലയ്ക്കും പെരിയാർ എന്ന നദിക്കുമിടയിലുള്ള ഗ്രാമത്തിന് അഥവാ ഊരിന് മലയാറ്റൂർ എന്ന് പേരായി. കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെ ആയിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഒരു തൊഴിൽ. പണ്ട് രാജഭരണകാലത്ത് കൊച്ചി രാജാവ് ഭരിച്ചിരുന്ന തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു ഗ്രാമം. കാലടി, അങ്കമാലി, ആലുവ എന്നിവിടങ്ങളിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും എത്തിക്കുന്നതിനുള്ള ഒരു ജലപാതമായിരുന്നു അന്ന് പെരിയാർ. കൃഷിക്കും കന്നുകാലി വളർത്തലിനും അനുയോജ്യമാണെന്ന് കണ്ടിട്ട് സമീപത്തും ദൂരത്തുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ സ്ഥലത്തിൻ്റെ ഒരു സാധ്യത കണ്ടിട്ട് തന്നെ കുടിയേറി പാർത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. കൃഷിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വെള്ളം ആവശ്യമായി വന്നപ്പോൾ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ളൊരു ആവശ്യകത വന്നു. കുന്നിൽ നിന്നുള്ള വെള്ളവും മഴവെള്ളവും ഒക്കെ സംഭരിക്കാൻ കഴിയുന്ന 110 ഏക്കറിൽ ഒരു ചെക്ക് ഡാം നിർമ്മിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെക്ക് ഡാം നിർമ്മിക്കുന്നത് മരം, മണ്ണ്, കല്ല് എന്നിവ കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ മണപ്പാട്ട് ചിറയായിട്ട് മാറുന്നത്. അത് പ്രധാനപ്പെട്ടൊരു സ്രോതസ്സായിട്ട് മാറുകയാണ്. പിന്നീട് കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനൊക്കെ ആയിട്ടുള്ള പ്രധാന ആശ്രയമായിട്ട് മണപ്പാട്ട് ചിറ മാറുകയാണ്. ഇത് അടിവാരം പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഒരേ സമയം തന്നെ അനേകായിരം വാഹനങ്ങൾക്ക് വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ തന്നെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. സിനിമ ഷൂട്ടും സേവ് ദ ഡേറ്റും ഒക്കെ ആയിട്ട് ഈ മലയാറ്റൂർ ഭയങ്കര സജീവമാണ്. ഒത്തിരി നാളായിട്ട് സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ടൊരു പ്രദേശമാണ് ഈ മലയാറ്റൂർ എന്ന് പറഞ്ഞാൽ. ഇത് തിരുഹൃദയ ദേവാലയമാണ്. പണ്ട് ഇതിൻ്റെ മുമ്പിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാനായിട്ട് ചിലവിട്ട സ്ഥലം. ഇതിൻ്റെ ഒരു വാതിൽ നീല കളറൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നീല കളറൊക്കെ പെയിൻ്റ് അടിച്ച്. അപ്പോൾ ആ നീല കളർ പെയിൻ്റ് അടിച്ച ആ വാതിലിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്, തിരുഹൃദയ ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ വേറൊരു മൂഡായിരുന്നു. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. വല്ലപ്പോഴൊക്കെ പണ്ട് ആരാധന ഉണ്ടായിരുന്നൊരു പള്ളി ആയിരിക്കണം ഇത്. തിരുനാളത്തെ വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. മണപ്പാട്ട് ചിറ എന്ന നക്ഷത്ര തടാകത്തിൻ്റെ പ്രവേശന കവാടമാണത്. ചിറയോട് ചേർന്ന് ഒരു കുഞ്ഞു സ്പേസിൽ ഇരിക്കാൻ പറ്റുന്നൊരു തണലിടാണ് കേട്ടോ. അത് വളരെ ഭംഗിയായിട്ടാണ് നക്ഷത്ര തടാകം കവാടം മാറ്റിയെടുത്തിട്ടുള്ളത്. ചിറയോട് ചേർന്ന് തന്നെ, മരത്തണലിനോട് ഓരം ചേർന്ന് തന്നെ കുറച്ചധികം തട്ടുകടകളുണ്ട്. ഇത്തരത്തിലുള്ള പൊളിച്ചു മാറ്റാൻ കഴിയുന്ന തട്ടുകടകളാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ശരിക്കും ഈ തട്ടുകടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് പകരം അവിടെ കെട്ടിടങ്ങളൊക്കെ വന്നാൽ ഇതിൻ്റെ ഉള്ള ഭംഗിയോട് പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ അടിവാരത്തിന് അനുയോജ്യമായ ഒരു ഡിസൈൻ ഇത്തരത്തിലുള്ള തട്ടുകടകളൊക്കെ തന്നെയാണ് എന്ന് പറയാം. തനി നാടൻ തട്ടുകടകൾ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അടിവാരത്തുള്ള ഇത്തരം കാഴ്ചകൾ അധികമാരും കണ്ടു കാണില്ല. ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് ഇതാണ്.
ചിറയ്ക്ക് ചുറ്റും ചെടികൾ ആയിരുന്നു എന്ത് രസമായിരുന്നല്ലേ. പ്രത്യേകിച്ച് ഒരു ബോഗൺവില്ലയൊക്കെ പടർത്തി വിടുകയാണെങ്കിൽ ഈ ചിറയ്ക്ക് ചുറ്റും എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. ഒരു സ്വർഗീയ അനുഭൂതി ആയിരിക്കും നമുക്ക് കിട്ടുക. ഇടമലയാറിൽ നിന്നും കനാൽ വഴി വെള്ളം കൊണ്ടുവരുന്നതാണ് കേട്ടോ അത്. ഇത് ഇടമലയാറിൽ നിന്നുള്ള വെള്ളമാണ്. വേനൽക്കാലത്ത് നിറഞ്ഞ് ഇത്രത്തോളം ശക്തമായിട്ട് ഒഴുക്കോട് കൂടിയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ മല കയറുന്ന സമയമായതുകൊണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇടമാണ് ഇടമലയാർ കനാലിൻ്റെ പരിസരമൊക്കെ. ഇത് മലമുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റുന്നൊരു സംവിധാനമാണ്. ഇവിടെ നിന്ന് വെള്ളം പൈപ്പുകൾ വഴി കുരിശു മലയുടെ മുകളിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. ഒരു പ്രാർത്ഥനാ വീടാണ് കേട്ടോ അത്. പിന്നെ ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മുറികളൊക്കെ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു, അങ്ങനെ ഈ ഒരു ഇതിന് ചുറ്റും അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്തിമരാണെന്ന് തോന്നുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കായകൾ കുടല കുത്തി ഉണ്ടായിട്ടുണ്ട്. ഈ മരം നിറയെ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കായകളാണ്.
ഇതൊരു സന്യാസാശ്രമമാണ്, ഒരു റിട്രീറ്റ് സെൻറ്റർ. 1998 ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടത്. ചിറയ്ക്ക് ചുറ്റും ഉണ്ടല്ലോ ഇത്തരത്തിൽ ഒത്തിരി സന്യാസ മഠങ്ങൾ, സന്യാസാശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ ഈ ചിറയ്ക്ക് ചുറ്റുമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ള നാട്ടുകാർ കുളിക്കാറിറങ്ങുന്ന ചിറയുടെ ഒരു ഭാഗമാണ്. ചാടി കുളിക്കാനും നിരന്തരം കുത്തി മറിഞ്ഞ് ചാടാനും ഒക്കെ നമുക്ക് കൊതി തോന്നുന്നില്ലേ? ഇതുപോലെ എടുത്ത് ചാടി കുളിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഇത്തരത്തിൽ ഈ ചിറയുടെ ചുറ്റും പലയിടത്തുണ്ട് കേട്ടോ. പണ്ട് ഈ സമയത്തെല്ലാം ഇങ്ങനെ ഈ വേനൽക്കാല സമയത്തെല്ലാം ചിറയിൽ വെള്ളം വറ്റുമായിരുന്നൊരു സമയമുണ്ട്. ഈ വെള്ളം വറ്റുന്ന സമയത്തും ഈ ചിറ കാണാൻ നല്ല ബ്യൂട്ടിയാണ്. അപ്പോഴും ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഫോട്ടോ എടുത്തതിൻ്റെ ഒരു ഓർമ്മകൾ ഇപ്പോഴും എനിക്കുണ്ട്. ഞാൻ ഈ ഫോട്ടോസെല്ലാം വീണ്ടും ഞാൻ ഒന്ന് തപ്പി നോക്കിയതാണ്, കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുമായിരുന്നു. പിന്നെ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കിടന്നിട്ട് ഈ റോഡിലേക്ക് വരെ വന്ന് കയറിയെടുക്കുന്നൊരു സംഭവമുണ്ട്. ഒരു KSRTC ബസ് ഈ ഒരു ചിറയുടെ ഭാഗത്ത് ഒതുക്കി നിർത്തിയിട്ട് ഈ വഴിയിലേക്ക് കയറി കിടന്ന വെള്ളം എടുത്തിട്ട് കഴുകുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് വൈറലായത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതാണ് മലയാറ്റൂരിലെ മിണ്ടാമഠം കേട്ടോ. ഇത്തരത്തിൽ ഇന്ത്യയിലാകെ 33 മഠങ്ങളാണുള്ളത്. കേരളത്തിൽ മിണ്ടാമഠം ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് കോട്ടയത്താണ്. മിണ്ടാമഠത്തിലെ അന്തേവാസികൾ 21-ലധികം കൂടാൻ പാടില്ല. അങ്ങനെ ആയാൽ തന്നെ 8 കന്യാസ്ത്രീകൾ ചേർന്ന് പുറത്തു പോയിട്ട് മറ്റൊരു മഠം സ്ഥാപിക്കണം. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. മിണ്ടാമഠം പിന്നെയുള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലെ എരമല്ലൂരുമാണ്. ഇത് വിസ്ഡം മിനിസ്ട്രിയുടെ ഒരു സ്ഥാപനമാണ്. ഒരുപാട് ഈ ആത്മീയ ക്രിസ്തീയ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട്
സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് നാരായണ ഗുരുകുലം. ഈ നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയായിട്ടുള്ള നടരാജ ഗുരുവാണ്. നടരാജ ഗുരുവിൻ്റെ ആത്മീയ ഗുരുവായിട്ട് കണ്ട ഒരാളുണ്ട്, ഗുരു നിത്യ ചൈതന്യതി. ഗുരു നിത്യ ചൈതന്യതിയാണ് പിന്നീട് ഈ ഗുരുകുലത്തിൻ്റെ ആത്മീയ ആചാര്യനായിട്ട് മാറുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ സ്ഥാപനമാണ്. പഠിക്കുന്നതിന് കുട്ടികളൊന്നും ഇവിടെ കാണാറൊന്നുമില്ല. മണപ്പാട്ട് ചിറയ്ക്ക് സമീപം ടൂറിസം പഠിക്കാൻ ഒരു സ്ഥാപനം ഇട്ടിട്ട് ഇവിടെ പഠിക്കാൻ ആരും തന്നെയില്ല. ഇപ്പോൾ സിനിമ ഷൂട്ടിന് കൊടുക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഒരു പിൽഗ്രിം ടൂറിസത്തേക്കാൾ അധികം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മലയാറ്റൂരിനെ ഉയർത്തുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ വേണ്ടേ? ഒരു പിൽഗ്രിം ടൂറിസം എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കാതെ അനേക കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ടൂറിസം സാധ്യത തന്നെ മലയാറ്റൂരുണ്ട് എന്നുള്ളതാണ്. കയാക്കിങ്ങും ബോട്ടിങ്ങും സജീവമായി കൊണ്ടിരിക്കുന്ന ചിറയിൽ, പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ഇവിടെ നടന്നു പോകുന്നത്. ഈ ഓണക്കാലത്തൊക്കെ ഈ ചിറയിൽ വെള്ളം കളിയൊക്കെ സംഘടിപ്പിച്ച് എന്തായിരിക്കും അല്ലേ, എന്തൊരു ഓളമായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ വേണം നല്ല ടൂറിസത്തിനൊരു സാധ്യത ഇങ്ങനെ വരിക. കുട്ടികളുടെ പാർക്ക് നിലവിലുണ്ടെങ്കിലും കുട്ടികളുടെ പാർക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ മലമ്പുഴയിലൊക്കെ കാണുന്ന പോലെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ ആയിട്ട് ഒരു നല്ലൊരു പാർക്ക് മലയാറ്റൂരിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. നിലവിൽ മലയാറ്റൂരിൽ ഇപ്പോൾ ഹോം സ്റ്റേകളും വളരെയധികം സൗകര്യങ്ങളൊക്കെയുള്ള ലോഡ്ജുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിട്ട് അടിവാരത്തെ മാലിന്യമുക്തമാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ വളരെ വേദനാജനകമാണ്. ഇത്തരത്തിൽ കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾക്കിടയിൽ മലയാറ്റൂർ ടൂറിസം ശ്വാസം മുട്ടരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാലിന്യമുക്തമാകട്ടെ നമ്മുടെ നാടും പരിസരവും, അല്ലേ? ഒരു കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല വായു ശ്വസിക്കുവാൻ പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ